ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിലീപിൻ്റെയും മഞ്ജുവാരുടെയും മകൾ ഡോക്ടർ മീനാക്ഷി ഇനി മുതൽ ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം മദ്രാസിലെ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിലാണ് മീനാക്ഷി പഠിച്ചത്. മീനാക്ഷി അവിടെ പഠിച്ചു എന്ന് പറയുമ്പോൾ മീനാക്ഷിയെ കാണാൻ വേണ്ടി പല പ്രാവശ്യം മഞ്ജു വാര്യർ ശ്രമിച്ചെങ്കിലും നടന്നിട്ടില്ല. എന്നാൽ മകൾക്ക് വേണ്ടി മകളുടെ സാന്നിധ്യവും സാമീപ്യവും എപ്പോഴെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ച് തന്നെയാണ് തമിഴ് പടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പോൾ അവിടെയും താമസിക്കാം, മകളും താമസിക്കാം. അവിടെയാണ് മകൾ അടുത്തുണ്ട് എന്നുള്ള സന്തോഷത്തോടെ അവർ സിനിമയിൽ അഭിനയിച്ച് ജീവിച്ചു വരികയായിരുന്നു. ഇപ്പോൾ 2 ദിവസം മുൻപ് മീനാക്ഷി ബിരുദ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ദിവസം, അതിൻ്റെ തലേ ദിവസം ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു മഞ്ജു വാര്യർക്ക്. കാരണം നാളെ തൻ്റെ മകൾ ഡോക്ടറായി അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോവുകയാണ്. അവിടെ തൻ്റെ സാന്നിധ്യവും സാമീപ്യവും എല്ലാം ഉണ്ടാവണം. പക്ഷെ അത് കഴിയുമോ? താൻ അവിടെ ചെന്നാൽ എന്തായിരിക്കും മീനാക്ഷിയുടെ പ്രതികരണം? ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിച്ച് ഉറക്കമില്ലാത്ത മണിക്കൂറുകളാണ് മഞ്ജു വാര്യർ കടന്നുപോയത്. പിന്നെ അവർ സ്വയം പറഞ്ഞു, എന്തായാലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ VIP ലിസ്റ്റപ്പെട്ടായിരിക്കാം, ഓഡിറ്റോറിയത്തിന് മുൻവശത്തിരിക്കാം, തൻ്റെ മകൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് സന്തോഷത്തോടെ കാണാം, അത്രയും അടുത്ത് കയ്യെത്തും ദൂരത്തിരുന്നുകൊണ്ട് മകളെ കാണാം, മകൾക്ക് തന്നെയും കാണാം. അവിടെ വെച്ച് അമ്മയ്ക്കും മകൾക്കും പരസ്പരം കാണാനും ആലിംഗനം ചെയ്യാനും കഴിഞ്ഞെങ്കിൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. അറിഞ്ഞോ അറിയാതായോ എന്ത് കാരണത്താലാണ് എന്നെ അകറ്റി നിർത്തിയത് എനിക്കറിയില്ല. കാരണം അവൾ നൃത്തം പ്രസവിച്ച് വളർത്തി നൃത്തം പഠിക്കുന്ന ഘട്ടത്തിൽ അവൾക്ക് നൃത്തം പഠിക്കാൻ വേണ്ടി ഞാൻ കൂടി നൃത്തം പഠിച്ചതെന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു കുടുംബിനിയായി 14 വർഷം സിനിമയിൽ നിന്ന് മാറി നിന്ന് കല്യാണം കഴിഞ്ഞ് അഭിനയം വേണ്ടാന്ന് വെച്ച് കുടുംബിനിയായി മാറി നിന്നത് മകൾക്കും ഭർത്താവിനും വേണ്ടിയാണ്. അന്നൊന്നും നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. പിന്നീട് എപ്പോഴോ 3 പേർക്കും പിരിഞ്ഞു താമസിക്കേണ്ടി വന്നൊരവസ്ഥയുണ്ടായി. ആ അവസ്ഥയിലും താൻ തളർന്നില്ല. നൃത്തവുമായി അഭിനയവുമായി മുന്നോട്ട് പോയി. അതെല്ലാം തൻ്റെ മകൾക്ക് കൂടി വേണ്ടിയായിരുന്നു. താൻ സമ്പാദിക്കുന്നത് വേറെ ആർക്കാ? മകൾക്കല്ലേ, വേറെ ആരും കൊടുക്കാനില്ല. അവൾ അച്ഛൻ സമ്പാദിക്കുന്നതിൻ്റെ ഒരു ഭാഗം അവൾക്കും തന്നെയാണ്. അപ്പം അങ്ങനെ പല പ്രാവശ്യം മദ്രാസിൽ മകളെ കാണാൻ ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല. നാളെ പോയാൽ എങ്ങനെയായിരിക്കും, അവൾ മുഖം തിരിക്കുമോ എന്നൊക്കെ ആലോചിച്ച് വെളുപ്പാങ്കാലമായി ഉറങ്ങിയെന്നാണ് പറയുന്നത്. അവസാനം ഒരു തീരുമാനത്തിലെത്തി, എന്തായാലും ഞാൻ പോകും. മകൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവിടെ ചെന്നിരിക്കും, കൺകുളിർക്കെ കാണാം. എത്രമാത്രം എന്നെ അകറ്റി നിർത്താൻ ശ്രമിച്ചാലും താൻ അവളുടെ അമ്മയല്ല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല, രേഖകളിൽ നിന്ന് മാറ്റാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് അത് പോകാൻ തീരുമാനിച്ചത്. തനിക്ക് അടുപ്പമുള്ള ചില സുഹൃത്തുക്കളോട് വിളിച്ചു പറഞ്ഞു. ഷൂട്ടിംഗ് ആ ദിവസം മാറ്റിവെച്ച് ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിന് പോകാൻ തീരുമാനിച്ചു. ആ ഒരു സന്തോഷമുണ്ടല്ലോ, സന്തോഷമെന്ന് പറഞ്ഞാൽ ഇത് മഞ്ജുവിന് മാത്രമല്ല എന്നാലേക്ക്. ഇത്രയും കുറേ വർഷമായിട്ട് കേസുകളിൽപ്പെട്ട് വാർത്തകളിൽ നിറഞ്ഞതുകൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ടവരായിരുന്നു ആ കുടുംബത്തിലുള്ളവരെന്ന് ആലോചിക്കണം. അതിനിടയിലാണ് മീനാക്ഷി പഠിച്ചതെന്ന് ആലോചിക്കണം. സാധാരണ ഒരു കുട്ടിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പെൺകുട്ടിയെ സംബന്ധിച്ച് മാനസികമായി തകർന്നു പോകേണ്ട വർഷങ്ങളായിരുന്നു എന്ന് ആലോചിക്കണം. അതില്ലാതെ തൻ്റെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം
അച്ഛനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് മകൾ ഡോക്ടറാകണമെന്ന്. അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഡോക്ടറാവാൻ തീരുമാനിച്ചത്, അത് സജീവമായി പഠിച്ചത്. അന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കി മറ്റൊന്നും ചിന്തിക്കാതെ നന്നായി പഠിച്ച് വരണമെന്നുള്ള ആ ഒരു പ്രതിജ്ഞ അന്നെടുത്തിരുന്നു. അത് സഫലമായ ദിവസമായിരുന്നു ഈ ബിരുദദാന ചടങ്ങ്. അപ്പോൾ ആ ചടങ്ങിലേക്ക് കയ്യെത്തും ദൂരത്ത് താമസിക്കുന്ന തൻ്റെ മകളെ കാണാൻ ഒരു അമ്മയുടെയും അച്ഛൻ്റെയും ആഗ്രഹം, തങ്ങളുടെ മകൾ ഒരു ഉയർന്ന നിലയിലെത്തുമ്പോൾ അത് കാണുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ മഞ്ജുവിൻ്റെ അച്ഛനും അമ്മയും മഞ്ജു ചെറുപ്പത്തിലെ കലാപ്രതിഭയായി നൃത്തം ചവിട്ടി കഥകളി ഒഴിച്ച് കലാപ്രതിഭയായപ്പോൾ, പിന്നെ നല്ല നടിയായപ്പോൾ ആ കുടുംബത്തിൻ്റെ സന്തോഷം എത്രയായിരുന്നോ അതിൻ്റെ ഇരട്ടിയോളം സന്തോഷം മഞ്ജു വാര്യർക്കുണ്ടായിരുന്നു. തൻ്റെ മകൾ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് കാണാൻ അതൊരു ഭാഗ്യം തന്നെയാണെന്നുള്ളതാണത്. അങ്ങനെ എല്ലാം തയ്യാറെടുപ്പോടും കൂടി നിന്നപ്പോഴാണ് ഒരു വാർത്ത വിളിച്ച് പറഞ്ഞത് ഒരാൾ. ഈ ബിരുദദാന ചടങ്ങിലേക്ക് ദിലീപും കാവ്യയും ആ കുടുംബസമേതം അവിടെ വരുന്നുണ്ട്. അപ്പോൾ മഞ്ജു വാര്യർ അവിടെ ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നാലോചിക്കുന്നു. വേണമെങ്കിൽ പറയാമായിരുന്നു, അവിടെ എത്രയോ പേരുണ്ട്, ഒരാൾക്ക് മാത്രമല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, കുറേ കുട്ടികൾ പാസ്സായിട്ടുണ്ട് അവിടെ. അവരൊരു ഭാഗത്തിരിക്കുന്നു, ഞാനൊരു ഭാഗത്തിരിക്കുന്നു. എന്തായാലും അമ്മയ്ക്ക് പകരക്കാരിയാവാൻ വേറൊരാൾക്കും കഴിയില്ല, അച്ഛനും പകരക്കാരനാവാൻ വേറെ ആളും പറ്റില്ല. അപ്പം ആ അവസ്ഥയിൽ അവർ വന്നോട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞു അങ്ങനെ വരുമ്പോഴും അതിൽ വേറെ വ്യാഖ്യാനങ്ങളുണ്ടായിരിക്കും, അവിടെ പ്രശ്നങ്ങളുണ്ടാകാൻ പോകുന്നു. ഈ രണ്ടുപേരെയും കണ്ടപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു മാനസിക സംഘർഷം ആ കുട്ടിക്കുണ്ടാവും. അങ്ങനെ സംഘർഷം ഉണ്ടാക്കണോ എന്നുള്ള ചോദ്യം വന്നു. അപ്പോഴാണ് യാത്ര പകുതി എത്തിയ യാത്ര അത് വേണ്ടെന്ന് വെച്ച് മനസ്സുകൊണ്ട് തൻ്റെ മകൾക്ക് എല്ലാവിധ സന്തോഷവും അനുഗ്രഹവും ചൊരിഞ്ഞുകൊണ്ട് മഞ്ജു വാര്യർ തിരിച്ചു പോകുന്നതെന്ന് ആലോചിക്കണം. താൻ ഒരു പ്രശ്നത്തിനും ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നവും ഉണ്ടാക്കണമെന്നില്ല. കാണാതെ തന്നെ ഇപ്പോഴും തൻ്റെ മനസ്സിൽ തൻ്റെ മകളുടെ ഓരോ വളർച്ചയും തൻ്റെ അടുത്തില്ലെങ്കിലും താൻ കണ്ടുകൊണ്ടിരുന്നു എന്നാലോചിക്കണം. ഇപ്പോഴും കുറച്ച് അകലത്തിരുന്നു കൊണ്ട് തന്നെ ഞാൻ എൻ്റെ മകളെ അനുഗ്രഹിക്കുകയാണത്. ഇപ്പോഴും അമ്മ പ്രശ്നക്കാരിയല്ല എന്ന് മകൾ ആലോചിക്കട്ടെ. എന്നെങ്കിലും ഒരിക്കൽ കാണുവാനും അനുഗ്രഹിക്കാനും ചേർത്ത് പിടിക്കാനും കഴിയുന്നുള്ള വിശ്വാസമുണ്ട്. ഇത് മഞ്ജു വാര്യരുടെ ഒരു വെർഷനാണ് ചില അടുത്ത സുഹൃത്ത് പറഞ്ഞത്. എന്തായാലും സർട്ടിഫിക്കറ്റ് വാങ്ങി, അത് വാങ്ങുമ്പോൾ ചിലരൊക്കെ ചോദിച്ചു എന്താണ് ഡോക്ടർ മീനാക്ഷി ദിലീപ് എന്നിടാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് അവളുടെ അച്ഛൻ്റെ പേരിൽ ഇടാൻ പറ്റുള്ളൂ. അച്ഛൻ്റെ പേരാണ് ഗോപാലകൃഷ്ണൻ. ദിലീപ് എന്നുള്ള പേര് സിനിമയ്ക്ക് വേണ്ടി സ്വീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ എല്ലാവിധ സംഘർഷങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നല്ലൊരു ഡോക്ടറായി തീരാൻ രംഗത്തിറങ്ങിയിരിക്കുന്നു. എല്ലാവിധ ആശംസകളും.